നിങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക്, അതായത് ഒരു ഡയലോഗ്, ഞാനൊരു ഡയലോഗ് ഇങ്ങനെ കേൾപ്പിക്കും. അപ്പോൾ അത് ആ ഡയലോഗ് നിങ്ങൾ ഏത് ഇമോഷനിലാണോ കേൾക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഇമോഷനിൽ ഞാനത് പറയാൻ പറയും. ഇപ്പൊ ദേഷ്യമാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയണം, തമാശയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയണം, അങ്ങനെയൊക്കെ. അപ്പൊ അമ്മു സീൻ കണ്ടല്ലോ, ഡയലോഗ്സ് ഒക്കെ മനസ്സിലായല്ലോ. ഗംഭീര സീനാണ്. ഞാൻ കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സജ്ജീകരണങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതിൽ കണ്ട ആ ഇമോഷൻ അല്ല നമുക്ക് വേണ്ട. ഇതൊരു സീരിയൽ പാറ്റേണിൽ ഭയങ്കര ഇമോഷൻസ് ഒക്കെ നിറച്ച് നല്ല നല്ല ഇങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കണം. അതാണ് അമ്മുവിന്റെ ടാസ്ക്. റെഡി? എന്റെ ജീവനായ സാധനങ്ങൾ ഇരിക്കുന്ന പെട്ടിയായത്. ഇതിന്റെ വില നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. ഇതിലാരെങ്കിലും തൊട്ടാ ശപിക്കും ഞാൻ. നിങ്ങൾക്കറിയില്ല, ഞാൻ ഭദ്രകാളിയാ, ഭദ്രകാളി. എനിക്ക് 1 വയസ്സുള്ളപ്പം പല്ല് തേക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതിനായിട്ട് എന്റെ സ്വന്തം അച്ഛൻ എനിക്ക് ആദ്യമായി വാങ്ങിച്ചു തന്ന ബ്രഷ് ആണ് ഇത്. കിച്ചുവേട്ടാ, ബ്രഷ്. 3 വയസ്സുള്ളപ്പം എന്റെ അമ്മ ആദ്യമായി കൈകൊണ്ട്, എന്റെ അമ്മയുടെ സ്വന്തം കൈകൊണ്ട് തുന്നി ഓക്ക് കിച്ചുവേട്ടാ, കിച്ചുവേട്ടന് ഇതിന്റെ വില മനസ്സിലാവത്തില്ല. കിച്ചുവേട്ടാ, ഞാൻ കിച്ചുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, എന്റെ വീട്ടിന്റെ തെക്കേ ഭാഗത്ത് നിൽക്കുന്ന ഒരു മാവിന്റെ കാര്യം, ആ തേൻ വരിക്കാൻ മാവ്. ആ മാവിൽ ആദ്യമായിട്ടൊരു മാങ്ങയുണ്ടായി. ആ മാങ്ങയ്ക്ക് ഞാൻ ആദ്യമായിട്ട് എറിഞ്ഞ കല്ലാണിത്. കിച്ചുവേട്ടാ, ഇനി എന്നെ വെറുക്കരുത് കിച്ചുവേട്ടാ. നീ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മേലിൽ ഇത് ആവർത്തിക്കരുത്. കിച്ചുവേട്ടാ, ഈ കുട്ടി ഇനി ഈ ബ്രഷ് കൊണ്ട് പല്ല് തേക്കുമോ? ഈ കുട്ടി ഈ കല്ലുകൊണ്ട് ഇനി മാവിൽ കല്ല് എറിയുമോ? ഈ ഉടുപ്പ് ഈ കുട്ടിയുടെ കുഞ്ഞ് ഇടുമോ? കാത്തിരുന്ന് കാണുക നമ്മുടെ സ്വന്തം റെഡ് കാർപ്പറ്റിൽ ഇനിയും ഒരു കടിഞ്ഞൂൽ കല്യാണം.